അപ്പോ നമ്മൾ പറയുന്ന വിഷയം എന്ന് ചോദിച്ചാല് നമ്മൾ മുസ്ലിം ലീഗ് ഇസ്ലാമിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിനെ വിഭാവനം ചെയ്യാൻ കഴിയില്ല. ഇസ്ലാം എന്ന മതം ഒരിക്കലും ഒരു വിധത്തിലും സ്ത്രീ അവമാനിക്കുന്ന, സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ട് സ്ത്രീയെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും പ്രേരിപ്പിക്കുന്ന മത ഇസ്ലാം എന്ന് പറയുന്നത്. അല്ല, പാർട്ടിയിലെ പ്രധാന പൊസിഷനുകളിൽ ഏതൊക്കെ സ്ഥാനങ്ങളിൽ സ്ത്രീകളെ ഇരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ. ഇവിടെ വനിതാ ലീഗ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പോഷകമാണ്. മുസ്ലിം ലീഗ് ഏത് വർഷം മുതലാണ് സ്വാതന്ത്ര്യവും പദവിയും കൊടുത്തു തുടങ്ങിയതെന്ന് പറയണേ. ഒന്ന് പറയട്ടെ, ഞാൻ പറയാൻ സമ്മതിക്കൂ. മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടന വനിതാ ലീഗാണ്. നിങ്ങൾ അറിയോ? വനിതാ ലീഗാണ്. ഐക്യരാഷ്ട്രസഭയിൽ പോയി പോലും ഇന്ത്യയിലെ സ്ത്രീകളുടെ പക്ഷം സംസാരിച്ച പാർട്ടിയാണ് വനിതാ ലീഗിന്റെ നേതാക്കൾ. മനസ്സിലാക്കാൻ നിങ്ങൾ ഒരുപാട് ഘട്ടങ്ങളിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന് ചട്ടവട്ടങ്ങളുണ്ട്. ആ സംസ്ഥാനത്ത് ചട്ടവട്ടങ്ങളുണ്ട്. എന്താ ചട്ടവട്ടങ്ങൾ? സ്ത്രീ എങ്ങനെയാണോ സമൂഹത്തിൽ പെരുമാറേണ്ടത് ആ രൂപത്തിൽ പെരുമാറുകയുള്ളൂ. അതിനപ്പുറത്ത് നിങ്ങൾ ലോകത്തിൽ ഇത്ര ആളുകൾ ഒന്നിച്ചാലും ആ നിയമം മാറ്റില്ല. പങ്കിടാൻ പാടില്ലെന്നുണ്ടോ? ഇപ്പൊ മുസ്ലിം ലീഗിന്റെ സമ്മേളനം നടക്കുന്നു, ആ സമ്മേളന വേദിയിൽ നിങ്ങൾ സ്ത്രീകളെ ഇരുത്തു. വേദി പങ്കിടാമല്ലോ. ആ വേദി പങ്കുമ്പോൾ ഇടകടന്ന് ചേരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇടകടന്നിരിക്കാൻ പാടില്ല, അതായത് ഒന്നിച്ചിരിക്കാൻ പാടില്ല, ഒരുമിച്ചിരിക്കാൻ പാടില്ല, അകലം പ്രാപിക്കണം. സ്വാഭാവികമാണ്. രണ്ട് അഭിപ്രായക്കാര്യത്തിൽ സലാം സാഹിബിന്റെ മാത്രം അഭിപ്രായമല്ല, പാർട്ടി തീരുമാനമാണ്. അത് ഇസ്ലാമിന്റെ തീരുമാനമാണ്. ഉണ്ടല്ലോ. പ്രവാചകൻ കാണിച്ച ശരിയാണെന്നൊക്കെ, പ്രവാചകൻ കാണിച്ച ശരീരം അങ്ങനെ തന്നെ പോകുന്ന ഒരു കാര്യം. ടീച്ചർ ഒന്ന് മനസ്സിലായി. ടീച്ചറോട് ചോദിക്കേണ്ടത് പ്രവാചകന്റെ അവസാന പ്രസംഗത്തിൽ പറഞ്ഞു രണ്ട് കാര്യം വിട്ടേച്ച് പോകുന്നു. ഞാൻ ഷോർട്ടാക്കി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഷോർട്ടാക്കി പറയാം, അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ, അറിയാണ്ടല്ല. ഞാൻ എന്റെ ചോദ്യം ഇതാണ്, ഈ ഖുർആനും ഹദീസും ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ മറുപടി പറയുന്നത് ഇല്ലേ? ഇല്ലെങ്കിൽ ടീച്ചർ ഖുർആൻ സുന്നത്തും വിശ്വസിക്കുന്നില്ല, ഞങ്ങൾക്ക് ടീച്ചറോട് ഖുർആൻ സംസാരിക്കാൻ കഴിയില്ല. ഇവിടുത്തെ പ്രശ്നം അതാണ്. നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഞാൻ മാത്രം വിശ്വസിക്കുന്നില്ല, എനിക്ക് മതചിത്രപ്രകാരം സംസാരിക്കാൻ കഴിയുള്ളൂ. ഞാൻ ചോദിക്കുന്നു, ഖുർആനും പ്രവാചകന്റെ ശരിയിലും ഖുർആൻ വിശ്വസിക്കുന്നില്ല എന്ന ടീച്ചറോട് എനിക്ക് ഇസ്ലാമിൽ സംസാരിക്കാൻ പ്രയാസമുണ്ട്. എനിക്കൊരു ദൈവനിഷേധിയോട് സംസാരിക്കാം, എനിക്കൊരു വർഗീയമായിട്ട് സംസാരിക്കാം. പക്ഷേ ഇസ്ലാമിന്റെ പേര് വെച്ചിട്ട് ഖുർആനും ഹദീസും അംഗീകരിക്കാത്തവരോട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അതിന്റെ മാന സംസാരിക്കില്ല. അതിന്റെ പ്രശ്നം നിങ്ങൾ അംഗീകരിക്കുന്ന പുസ്തകത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന പുസ്തകത്തിലുള്ള സ്ത്രീ വിരുദ്ധതയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾ അറിയോ, നിങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യവും സമത്വം പറയുന്ന ആളുകൾ നിങ്ങളുടെ വീടുകളുടെ സ്ഥിതി എന്താ നമുക്കറിയാം. നിങ്ങൾക്ക് പാതിരാപം നടത്തി നിങ്ങളുടെ ഉദ്ദേശം പറയുന്നത് സ്ത്രീ സ്വാതന്ത്ര്യം പറയുന്ന പല ആളുകളും വീടുകളിൽ എന്താ സ്ഥിതി? ദുരൂഹമാണ്, അച്ചടക്കരാഹിത്യമാണ്, കലാപമാണ്, കലഹമാണ്. എത്ര പേർ സ്വന്തം വീട്ടിൽ സ്വന്തം മക്കളുടെ മുമ്പിൽ പോലും ഈ സ്ത്രീ സമത്വത്തിന്റെ പേരിൽ പോരടിക്കുന്ന കുടുംബങ്ങൾ നമുക്കറിയാം. അവർ പറയാൻ കൊള്ളാം പുറത്ത്, പക്ഷേ അവിടെയൊക്കെ വീടുകൾ നടക്കുന്നത് വളരെ ദുസ്സഹമായ, പറയാനും കഴിയാത്ത വിധത്തിലുള്ള മരീമസമായ രംഗങ്ങളാണ്. വേദനയുണ്ട് പറയുന്നത്. യുക്തിവാദികളുടെ വീടുകളിലൊന്നും അങ്ങനെയൊന്നും നടക്കില്ല. മദ്രസകളിൽ പൈതങ്ങളെ പിടിച്ച് ഉസ്താദുമാരുടെ കാര്യം കൂടെ പറയൂ. അവിടുത്തെ മലീമസമായ സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? വ്യക്തിയുടെ പ്രവർത്തനം പിടിച്ചുകൊണ്ട് മതത്തെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. എല്ലാ മതങ്ങളും കുറ്റവാളികളുണ്ട്, എല്ലാ മതങ്ങളും തെറ്റ് ചെയ്യുന്നവരുണ്ട്, ക്രിമിനൽസ് ഉണ്ട്, എല്ലാ പാർട്ടിയിലുമുണ്ട്. അതുകൊണ്ട് മതത്തെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. മതം എന്ന് പറയുന്നത് അടിസ്ഥാനമായി മൗലികമായി പറയുമ്പോൾ നിങ്ങൾക്ക് സാധിക്കണം, അവരെ വിമർശിക്കാൻ കഴിയണം. വട്ടം ഞങ്ങൾ പറയുന്നല്ലോ, വീണ്ടും നോക്കും ടീച്ചറെ, ലോകം ഇസ്ലാമിലേക്ക് മടങ്ങി. അറിയോ, ലോകം ഇസ്ലാമിലേക്ക് മടങ്ങിയാണ് എനിക്കറിയില്ല.
ലോകം ഇസ്ലാമിലേക്ക് മടങ്ങുകയാണ്. മുസ്ലിം സ്ത്രീകള് പർദ്ദ മുസ്ലിങ്ങള് നാസയിലുണ്ട്, വാഷിംഗ്ടൺ പോസ്റ്റിലുണ്ട്, ഇസ്ലാമിലേക്ക് മടങ്ങിയാലും ശരി ഇസ്ലാം ശരിയാണ് എന്നത് അതുകൊണ്ട് അർത്ഥമില്ല. താങ്കൾ പറഞ്ഞല്ലോ ലീഗിനെ ഇസ്ലാമിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ലീഗില്ലാന്ന്. 1984-86 കാലഘട്ടത്തിൽ മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന പുരുഷൻ അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹം ഒഴിവാക്കിയ ഒരു സ്ത്രീയുണ്ട്, ഷാബാനു ബീഗം, 4 മക്കളുമായി കോടതി വരാന്തകൾ 14 വർഷത്തോളം കയറി ഇറങ്ങി. എന്തിനെ? മെയിന്റനൻസിന് വേണ്ടി. ആ സമയത്ത് സ്ത്രീകൾക്കെതിരായ നിയമത്തിനു വേണ്ടി രംഗത്തിറങ്ങി പ്രതിഷേധ യോഗം നയിച്ചവരാണ് ഈ ലീഗിന്റെ നേതാക്കൾ. ലീഗിന്റെ സ്ത്രീ വിരുദ്ധതകളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ സാഹിബെ. അങ്ങനെ പറയാൻ ഒരുപാടുണ്ട് സാഹിബെ. നിങ്ങൾക്കറിയാമല്ലോ ഫസൽ ഗഫൂറിന്റെ പിതാവായ അബ്ദുൽ ഗഫൂർ സാഹിബ് കോഴിക്കോട്ടേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ഒരു ജാഥ നയിക്കുവാണ്. ആ സമയത്ത് ലീഗിന്റെ നേതാക്കൾ എന്താ ചെയ്തെന്നറിയാമോ? ഫറൂഖ് പേട്ടയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ജാഥ കോഴിക്കോട് വരെ. ആ സമയത്ത് 2 കരയിലും നിന്ന് ഈ ലീഗിന്റെ നേതാക്കൾ മുറുക്കി തുപ്പുവാണ്. എന്തിന്? എഡ്യൂക്കേഷനെതിരായിട്ട്. വിദ്യാഭ്യാസത്തിനും ഈ രാജ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും എല്ലാ കാലത്തും വിരുദ്ധമായിട്ടുള്ള നയം സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനമില്ലായിരുന്നുവെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോഴും ബംഗാളാവേണ്ടി വരും, ബംഗാളിലെ ജനങ്ങളെ പോലെ ജീവിക്കേണ്ടി വരും. നിങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലാക്കില്ല. കേരളത്തിലെ ജനങ്ങളെ മനുഷ്യരാക്കി മാറ്റുന്നതിൽ, കേരളത്തിലെ ജനങ്ങൾക്ക് മതസ്വാർത്ഥം ഉണ്ടാക്കുന്നതിൽ, കേരളത്തിലെ ജനങ്ങളെ സംസ്കാരബോധം ഉണ്ടാക്കുന്നതിൽ ലീഗ് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ അത് മുസ്ലിം ലീഗ് ഇങ്ങനെ എന്താ പറയുന്നത്? മുസ്ലിം ലീഗ് ഇന്ത്യ മഹാരാജ്യത്തെ പകുത്ത ആളാണെന്ന് കൂടി പറയണം, പാർട്ടിയാണെന്ന് കൂടി പറയണം. അങ്ങനെ ഒരു വർഗീയ പാർട്ടിയാണെന്ന് കൂടി പറയണം. മതേതരമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും മതം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ കേട്ടല്ലോ, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ പ്രവർത്തിക്കുന്ന പാർട്ടികൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടും കൂറുള്ള പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അംബേദ്കർ എന്ന് പറയുന്ന മഹാപുരുഷനെ പാർലമെന്റിലേക്ക് അയക്കുക വഴി ഈ രാജ്യത്തിന്റെ മതരത്വം കാസർഗോഡ് ഏറ്റവും വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഭരണഘടനയിൽ ഒപ്പിട്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ്. നിങ്ങളിപ്പോൾ ഈ ടീച്ചർ ഇപ്പോൾ അന്തസ്സോടെ ജീവിക്കുന്നതെന്ന് അറിയാമോ? മുസ്ലിം എന്ന പാർട്ടി ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ സ്ത്രീക്ക് പറയാൻ സ്വാതന്ത്ര്യം ലീഗിന്റെ ന്യൂനപക്ഷങ്ങൾക്ക് വാക്കുണ്ടാക്കാനായിരുന്നില്ല. ലീഗിന്റെ എല്ലായിരുന്നെങ്കിൽ ന്യൂനപക്ഷം വാക്കുണ്ടാക്കുമായിരുന്നില്ല. കണ്ടോ ബംഗാൾ പക്ഷിപകരണ സ്ഥിതി. ഒരു നിമിഷം, നമുക്കൊരു അതിഥി കൂടി വന്നിട്ടുണ്ട്. CVM മാണിമേൽ ഒരു നിമിഷം, അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയാം. അതിനുശേഷം ഞാൻ വരാം. ഒന്ന് ക്ഷമിക്കൂ പ്ലീസ്. ഓക്കെ.